PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാൻ CPI. സർക്കാർ തിരുത്തും വരെ CPI മന്ത്രിമാർ വിട്ടുനിൽക്കും. തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന് അംഗീകാരം നൽകും. സംസ്ഥാന സെക്രട്ടറിയേറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ബിനോയ് വിശ്വം രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. എന്തു സർക്കാരെന്നും എവിടെയാണ് കൂട്ടുത്തരവാദിത്തം എന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം. LDF ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ജനാധിപത്യത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരൂ. വിഷയം CPIയുമായി ചർച്ച ചെയ്യുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട്, CPI ഉണ്ട്. CPI ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി. സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. ഞങ്ങൾക്ക് സമയം തള്ളി ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ചെയ്യും. പക്ഷേ ഇതെന്താ ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ CPI ഉൾപ്പെടെ ഞങ്ങളെല്ലാം യാതൊരു തരത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. ശ്രീജിത്ത് ചെയ്യുന്ന ഏറ്റവും പുതിയ ശ്രീജിത്ത്, ഏത് CPI എന്ന MV ഗോവിന്ദന്റെ ചോദ്യത്തിന് എന്തു സർക്കാർ എന്ന് തിരിച്ചടിച്ച് ബിനോയ് വിശ്വത്തിന്റെ മറുപടി കൊള്ളാം. സ്കോർ ബോർഡിൽ 1-1. പക്ഷേ ഈ മന്ത്രിമാർ ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാന പ്രഖ്യാപനം ഉണ്ടാവാത്തത് എന്താണ് ശ്രീജിത്ത്? ഹാഷ്മി, മന്ത്രിമാരെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ നിന്ന് സർക്കാർ തിരുത്തി പിന്നോട്ട് പോകുന്നത് വരെ മന്ത്രിമാരെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ഈ കാര്യം അറിയിച്ചുകൊണ്ട് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും LDFിന്റെ കൺവീനർക്കും CPI കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു തിരുത്തൽ വരുത്തുന്നവരെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം. ഈ കാര്യത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. കാരണം CPIയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ബോഡി, ഏറ്റവും ഉയർന്ന സംഘടനാ സംവിധാനം സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. അതുകൊണ്ടാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കഴിയുന്നവരെ ആ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കാത്തത്. എന്നാൽ നമ്മൾ 24 പുറത്തുവിട്ട വാർത്ത CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിഷേധിച്ചില്ല. 27 കഴിയട്ടെ, 27-ന് ശേഷം 27-ലെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് തീരുമാനം പറയാം എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. 27-ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിലാണ് ചേരുന്നത്. അന്ന് ഈ PMC പദ്ധതിയുടെ കാര്യത്തിൽ തിരുത്തുന്നില്ലെങ്കിൽ മന്ത്രിമാരെ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നതടക്കമുള്ള തീരുമാനം CPI പ്രഖ്യാപിക്കും. ആ സംഘടനാപരമായ തീരുമാനങ്ങളെ സാങ്കേതികത കൊണ്ടാണ് ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.